ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം വാഹനം ശരിയാക്കുന്നതുവരെ അടുത്ത് കാണുന്ന വീട്ടിൽ കയറി വിശ്രമിക്കാമെന്ന തീരുമാനത്തിൽ ഹരിയും അച്ഛനും അമ്മയും അമ്മാവനും രവികുമാറിന്റെ വീട്ടിലെത്തുന്നു. രവികുമാറിന്റെ മകൾ സുപ്രിയയെ പെണ്ണ് കാണാൻ വന്ന ശ്യാമാണെന്ന് കരുതി രവികുമാർ ഹരിപ്രസാദിനോട് തന്റെ മകളുമായി സംസാരിക്കാൻ പറയുന്നു. രണ്ടു കൂട്ടരിലുമുണ്ടായ തെറ്റിദ്ധാരണ പരസ്പരം മനസ്സിലാക്കുന്നു. പ്രഭാകരൻ മറന്നുവെച്ച ഫോൺ എടുക്കാൻ വീണ്ടും രവികുമാറിന്റെ വീട്ടിലെത്തുന്നു. രവികുമാർ അവരുടെ ഫോൺ നമ്പർ വാങ്ങുന്നു. ഹരിക്ക് പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിൽ നിന്നും പ്രഭാകരന് ഫോൺ വരുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആക്സിഡന്റ് പറ്റിയതിനാൽ ഇനി പെണ്ണ് കാണാൻ വരണ്ടെന്ന് പറയുന്നു. ഇനി തുടർന്ന് കാണുക. ഗുഡ് മോർണിംഗ് പ്രതിഭേ. പ്രതാപേട്ടാ, വെല്ലുവിളിയനും ഉണ്ടായിരുന്നോ? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായുള്ളൂ. ഞാനാണെങ്കിൽ വരുന്നതേ ഉള്ളൂ. അളിയന്മാര് രണ്ടാളും ഉണ്ടല്ലോ. ഞാൻ വന്ന സമയം എന്തായാലും കൊള്ളാം. അല്ലെങ്കിലും പ്രതാപേട്ടന്റെ സമയത്തിന് എന്താ ഒരു കുഴപ്പം? ഇതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമുണ്ട്. അത് അവിടെ ഇരുന്ന് സംസാരിച്ച പോരെ, അതോ ഞാൻ ഇവിടെ തന്നെ നിന്ന് സംസാരിച്ചാ മതി എന്നാണോ? പ്രതാപൻ വാ. നയപരമായി ചിലപ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അല്ല, അഭിപ്രായമുള്ളിടത്ത് ഭിന്നത ഉണ്ടാകും എന്ന് കരുതി സത്യം സത്യമായിട്ട് പറയുന്നതാണ് എൻ്റെ ഒരു പോളിസി. എന്താ, നിങ്ങൾക്ക് ചായ വേണം? ഞങ്ങൾ കുടിച്ചു. പ്രതിഭ ഉണ്ടാക്കിയ ഈ ചായയുടെ കാര്യത്തിലും ഞാൻ സത്യം പറയും. ചായക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പഴയ അതേ സ്വാദും കടുപ്പവും ഒട്ടും ചോർന്നു പോയിട്ടില്ല. കീപ് ഇറ്റ് അപ്പ് പ്രതിഭ, കീപ് ഇറ്റ് അപ്പ്. ഐ ലൈക്ക് ഇറ്റ്. പറയൂ. പ്രതാപേട്ടൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് വാമപ്പായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതെ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് വളരെ നല്ലതാണ്. വിശേഷിച്ചും നമ്മള് ക്ഷത്രിയന്മാര്. ഐക്യമത്യം മഹാബലം എന്നുള്ള പഴഞ്ചൊല്ലിനും അപ്പോഴൊരു അർത്ഥമുണ്ടാകും. എന്നാൽ ആ കൂട്ടായ്മയിൽ നിന്ന് കുടുംബത്തിലെ ചിലരെ ഒഴിവാക്കുന്നത് ശരിയല്ല. ഉദയന്നൂർ സമീപകാലത്ത് നടക്കുന്നതേ അതാണ്. ഒപ്പം നിന്ന് എന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഒതുക്കി, എന്നിട്ട് ഒറ്റപ്പെടുത്താൻ ഒരു ശ്രമവും നടത്തി. പ്രതാപൻ ഒറ്റയ്ക്ക് മാറി നിന്നു പറ. ദാറ്റ്സ് ദ ഫാക്ട്. വെല്ലുവിളിയൻ അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഇന്നും ഇന്നലെയും മിനിഞ്ഞാതും മുതലല്ലോ മനോഹരമായ ഈ താടി വെച്ച മുഖം ഞാൻ കാണുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടായാലും ഒരു കാര്യം സംബന്ധിച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഒന്നായി എന്നുള്ള കാര്യം. അത് അങ്ങനെയല്ലേ വേണ്ടത് പ്രതാപേട്ടാ. സ്വന്തക്കാര് പരസ്പരം താങ്ങായി നിൽക്കണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ പ്രതിഭേ, ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. നമ്മൾ ഉദയന്നൂര് മക്കളല്ല, മരുമക്കളാണ്. മക്കളോളം വരില്ല മരുമക്കൾ. അതൊന്ന് മരുമക്കൾ ഓർമ്മയിൽ വെക്കുന്നത് ഭംഗിയായിരിക്കും. ഞാനും വലിയേട്ടനും ഒരുമിച്ച് നിന്നതുകൊണ്ട് പ്രതാപേട്ടൻ എന്താ എത്ര ദോഷം? അയ്യോ, ഒന്നും അറിയാത്ത ഉള്ള കുട്ടി, നിഷ്കളങ്കൻ, നിരാമയൻ, നിർമ്മല സ്വരൂപൻ. ദേ, എനിക്ക് ന്യായമായി കിട്ടേണ്ട വസ്തുവകകളെ അപഹരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഈ കൊളാബറേഷൻ. ഇവിടെ നിന്നുള്ള കുത്തിത്തിരിപ്പ് കാരണം വിദ്യാഭാരതി എന്നെ കൈവിട്ട ലക്ഷണ. അവൾക്കിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരണമെന്നേ ഇല്ല. അതെ, അത് ഞങ്ങൾ കാരണമല്ല, പ്രതാപന്റെ കയ്യിലിരിപ്പ് കാരണമാ. എന്റെ കയ്യിലിരിപ്പിനെ പറ്റി പറയലേ. കാര്യസ്ഥ കാമുകന്റെ കൂടെ പോയിട്ടേ ഒന്ന് പ്രസവിച്ച നിങ്ങളെ പെങ്ങളെ തലയിലേറ്റിയതും കുടിയിലെത്തിയതും എന്റെ കയ്യിലിരിപ്പിന്റെ പ്രശ്ന.
അതുകൊണ്ട് ഈ പെരട്ട താടിയും വെച്ചിട്ടേ എന്നോട് അവങ്ങ വർത്താനം പറഞ്ഞിട്ടാ. പ്രതാപേട്ടാ, പെങ്ങളെ കിട്ടിയെങ്കിലേ അത് ചക്കാത്തനൊന്നുമല്ല. ഇഷ്ടം പോലെ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും വാങ്ങിച്ചിട്ടാ. അതുകൂടാതെ അതും ഇതൊന്നും പറഞ്ഞ് കൊള്ളയടിച്ചത് വേറെ. വിദ്യേച്ചിയുടെ കാര്യം ഒന്നും മറച്ചു വെച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത്. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാ ഞങ്ങളുടെ പെങ്ങളെ സ്വീകരിച്ചത്? പണം മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലാതെന്താ? അപ്പ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പദ്ധതിയാണല്ലേ? എന്നാലേ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാ മതി. ഞാൻ ഒരൊറ്റാള് മതി നിങ്ങളെ നേരിടാൻ. ആരെന്ത് കളി കളിച്ചാലും എനിക്ക് കിട്ടാനുള്ള വകയാണെങ്കിൽ ഞാൻ അത് സ്വന്തമാക്കിയിരിക്കും. പ്രതാപേട്ടന് കിട്ടാൻ അർഹതയില്ലെങ്കിലോ? കുഞ്ഞളിയോ, അത് കുഞ്ഞളിയൻ സ്വയം തീരുമാനിച്ചാ പോരാ. അഥവാ അർഹതയില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും എനിക്ക് തോന്നില്ല. സംസാരം ഇത്രയും എത്തിയസ്ഥിതിക്ക് ഒരു സത്യം ഞാൻ തുറന്നു പറയാം. ഞെട്ടിപ്പിക്കുന്ന നഗ്നമായ ഒരു സത്യം. നിങ്ങൾ കണ്ണുവെച്ചിരിക്കുന്ന സ്വത്ത് കയ്യിൽ കിട്ടുമെന്നുള്ള കിനാവ് വേണ്ട. അതെ, വെറും വ്യാമോഹം മാത്രമാണ്. വ്യാമോഹം. അത് മുഴുവനും ഈ കോലോത്ത ജാരസന്തതി കൊണ്ടുപോകും. നന്ദന എന്താ വലിയേട്ടൻ ഞെട്ടിയോ? അവളുടെ പേരിൽ കാത്തിരിക്കുന്നതേ ഒന്നല്ല 2 വിൽപത്രമാണ്. 2 വിൽപത്രം. നന്ദന സ്വത്തും കൊണ്ടുപോകുന്നത് കണ്ട് ഈ 3 പേർക്കും അടുപ്പും കല്ല് പോലെ മുഖാമുഖം നിന്ന് ഉരുകാം. ഞാൻ പോകുന്നു. ഗുഡ് ബൈ, ഗുഡ് ബൈ. പ്രതാപേട്ടാ, അല്ല, പ്രദീപ ഇപ്പൊ നീട്ടി ഒരു വിളി വിളിച്ചല്ലോ. എന്തായിരുന്നു അത്? ഞാൻ മറന്നുപോയില്ലോ. പ്രതാപേട്ടാന്ന്. പ്രതാപേട്ടാന്ന്. നിങ്ങളുടെ ഈ സ്നേഹം അതുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. സകല മുതലും നന്ദനയുടെ കയ്യിൽ ചെന്ന് പെട്ടാലും കുറെയൊക്കെ തട്ടിപ്പറിച്ചെടുക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കൂ. നേട്ടമുണ്ടാക്കാം, അത് ഗ്യാരണ്ടി. കൂടെ ഇല്ലെങ്കിൽ നേട്ടത്തിന് പകരം കോട്ടമുണ്ടാകും, അത് വാണിങ്. അതുകൊണ്ട് നേട്ടം വേണോ കോട്ടം വേണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ പുത്തനായിട്ടുള്ളൊരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. എനിക്കിതിൽ വലിയ കാര്യമുള്ളതൊന്നല്ല. എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതെന്താ പ്രതാപേട്ടാ? ട്രസ്റ്റ്. ട്രസ്റ്റ്. വാട്ട് ഡു യു ആക്ച്വലി മീൻ, പ്രതാപൻ? യശശരീരയായ ഉദയന്നൂർ ഭഗീരഥി തമ്പുരാട്ടിയുടെ പേരിൽ ഒരു ട്രസ്റ്റ്. TRUST ട്രസ്റ്റ്. ഒരുപാട് പേർ കന്നമൂട്ടിയ കൈകളാണ് അവരുടേത്. ആ സ്മരണയെ നിലനിർത്താനായി നമ്മുടെ വകയായിട്ട് ഒരു സംരംഭം. ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, അശരണർക്ക് സഹായങ്ങള്, അഗതികൾക്ക് ആശ്രയം എന്നു വേണ്ട, ഇതുവരെ ആരും കടന്നു ചെല്ലാത്ത ചാരിറ്റിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. പുതിയ സേവന പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയെന്നിരിക്കും. അതെങ്ങനെ ശരിയാവും? അത് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് വല്ലവരെയൊക്കെ സഹായിക്കണോ? നിനക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല മോനെ രഘുനാഥ. എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് രഘുനാഥ. അത് പിന്നെ അമ്മയെ ഞങ്ങൾ മിക്കവാറും ഓർക്കുന്നുണ്ട്. അതൊക്കെ പോരെ? അല്ല, ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ട് നമുക്ക് വല്ല ഗുണവും കിട്ടുമോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. വല്യളിയൻ അവസരത്തിനൊത്തുയർന്നു. നമ്മൾക്ക് ഗുണമുണ്ടാകും, നമ്മൾ ഗുണമുണ്ടാക്കും. എന്നാ പിന്നെ നമുക്ക് ആലോചിക്കായിരുന്നു അല്ലേ?
അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പ്രതാപേട്ടാ? ആദ്യം ട്രസ്റ്റ് രൂപീകരിക്കണം. അതിനൊരു തുടക്കം എന്ന നിലയ്ക്ക് നമ്മൾ ഓരോ ലക്ഷം രൂപ മുടക്കുന്നു. ഓരോ ലക്ഷം രൂപ വീതോ? അതൊന്നും ശരിയാവില്ല. കാശ് മുടക്കിയുള്ള ഒരു കളിയും വേണ്ട. അതെ, ഉണ്ടമ്പരി എറിഞ്ഞാലേ കാശ് വീഴൂല. പണം വീഴ്ത്തണമെങ്കിലേ പണം കൊണ്ടെന്നെ എറിയണം. എന്റെ പ്രതിഭ മോളെ, ആദ്യം മുടക്കുന്ന ഈ ഒരു ലക്ഷം പല ലക്ഷങ്ങളായി, കോടികളായി നമ്മൾ തിരിച്ചെടുക്കണു. ആണോ? ആണ്. അതേലോ. ഏതൊരു പ്രസ്ഥാനത്തിനും നമ്മൾ മൂലധനം മുടക്കണം. അല്ല പ്രതാപ, മൂലധനം ഇറക്കാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ബിസിനസ് ഒന്നും അല്ലല്ലോ. അതെ, സർവജ്ഞപീഠം കയറിയിരുന്നിട്ടേ വെല്ലുവിളിയൻ ഒരുമാതിരി ഞഞ്ഞാ പിഞ്ഞാ വർത്താനം പറയരുത്. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നോ ഇല്ലയോ അത് പറ. ഞാനായിട്ട് ഏതായാലും മാറി നിൽക്കുന്നില്ല. എന്നാൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. പക്ഷേ 2-3 ലക്ഷം രൂപ ഒരു ട്രസ്റ്റിനെ സംബന്ധിച്ച് ഒരു വലിയ അല്ല. തുകയൊന്നല്ല. ആ, അതിനാണ് നമ്മൾ ഉദയന്നൂർ എന്ന കുടുംബ പേര് ഉപയോഗിക്കുന്നത്. ഈ കുടുംബ പരമ്പരയിലെ കാശുള്ള ചില തെണ്ടികളെ നമ്മൾ ചെന്ന് കാണുന്നു, വിവരം പറയുന്നു, പണം സമാഹരിക്കുന്നു. അതിന് ആരെങ്കിലും നമ്മൾ ചോദിച്ചാ പൈസ തരൂ? എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടണമെന്നില്ല. കയ്യിൽ കാശുള്ള അല്പന്മാര് കാണും. സ്പോൺസർ എന്നൊരു സ്ഥാനം കൊടുത്താൽ മതി, അവര് പണർക്കും. നല്ലൊരു തുക നമുക്ക് ആ പേരിൽ തട്ടിക്കാം. എങ്കിൽ പിന്നെ അങ്ങോട്ട് തുടങ്ങാം. അപ്പോ ഉദയന്നൂർ അമ്മയുടെ നാമധേയത്തിലുള്ള മഹത്തായ ട്രസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ആരെയാ? ആരെയാ? മുത്തശ്ശിയുടെ പൊന്നോമനയായ നന്ദനയെ. ഫസ്റ്റ് ഡൊണേഷൻ അവിടെ നിന്നായിരിക്കണം. നല്ലൊരു തുക നമുക്ക് തട്ടിക്കണം. അതെ, നമ്മളെല്ലാവരും കൂടി പോണ്ട. ഞാൻ തീരെ വേണ്ട, അത് ശരിയാകത്തില്ല. രഘുനാഥനും പ്രതിഭയും കൂടി പോയിട്ട് വരൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. എന്താ രഘുനാഥ? ഞാൻ റെഡി. ആ, മോളോ? ഞാനും. എങ്കിൽ ചലോ ചലോ കുന്നത്തൂർ. നിങ്ങള് ഐശ്വര്യമായിട്ട് പോയിട്ട് വരൂ. നല്ലൊരു തുക അടിച്ചു മാറ്റിയിട്ട് വരൂ. ഈ പ്രതാപേട്ടന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഓ, രാവിലെ തന്നെ എന്തിനാണ് അങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നത്? കാക്ക വിരുന്ന് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇന്നാരോ വിരുന്നുകാരുണ്ടെന്ന്. അതിന് ഞങ്ങള് വിരുന്നുകാരാണോ കാർത്തികേ? വീട്ടുകാരല്ലേ? യതീന്ദ്രനല്ലേ? പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. ഓ, എപ്പോഴും ബിസിനസിന്റെ പുറകെയാ. രാവിലെ പോയാ ചിലപ്പോ രാത്രി ഒരു സമയമാവുമ്പോഴാ വരുന്നത്. ഒന്ന് ഉറങ്ങാൻ കൂടി നേരമില്ല. പാവം കിടന്ന് കഷ്ടപ്പെടുക. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കേട്ടത്. പകല് ഫുൾ ടൈം ആളിവിടെ കിടന്ന് ഉറക്കമാന്ന് ആരോ പറഞ്ഞത്. ആരെയും വേണ്ടതിനും പറഞ്ഞത്? പോട്ടെ കാർത്തികേ, ആരെങ്കിലും എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു വെച്ച് നമ്മൾ സാരാക്കണ്ട. വിവരക്കേടല്ല രഘുവേട്ടാ, വിവരം കൂടി പയർ പറഞ്ഞുണ്ടാക്കുന്നതാ. ആരാ ഈ ന്യൂസിന് പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി. യതിയേട്ടൻ എപ്പോഴും ഉറക്കമോ പോലും. ഉറക്കം തൂങ്ങി നടന്ന ഭർത്താക്കന്മാരുള്ളവര് അങ്ങനെയൊക്കെ പറയും. എന്നെ ഇതിൽ പ്രതി ചേർക്കല്ലേ. ഞാനിതൊന്നും അറിഞ്ഞതേയില്ല. പ്രതിഭ പേടിക്കണ്ട, ഒരു ചാൻസ് കിട്ടുമ്പോ ഞാൻ ചോദിച്ചോളാം. ആരാ അത്? അമ്മായിയോ? അമ്മായി മാത്രമല്ല, അമ്മാവനും ഉണ്ട്. നന്ദനയുടെ കാര്യം ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളൂ. വാരകേട്ടാ വരൂ. ട്രസ്റ്റോ?
അതെ. പെട്ടെന്ന് തോന്നിയ ഒരു ആശയോ. ആദ്യത്തെ ആലോചന കഴിഞ്ഞ് നന്ദനയോടും ഉദയനോടും പറയാന്ന് വെച്ചു. അപ്പോ നിങ്ങൾക്കൊരു സർപ്രൈസ് ആവുമല്ലോ. വല്യമ്മാവനോട് അഭിപ്രായം ചോദിച്ചോ? സംസാരിച്ചു. ജഗന്നാഥേട്ടനുണ്ടായിരുന്നു ഇന്നലെ വീട്ടിൽ. നന്ദനയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? അത് മുത്തശ്ശിയുടെ മക്കള് തീരുമാനിക്കേണ്ട കാര്യ. അവിടെ ഞാനെന്താ അഭിപ്രായം പറയാനാ? എന്നാലും അടുത്ത തലമുറയിൽ വളരെ പ്രധാനപ്പെട്ട ആളാ നന്ദന. അതുകൊണ്ട് അഭിപ്രായത്തിന് വിലയുണ്ട്. ഉദയന്നൂരിലെ കുടുംബ വിഷയ. എങ്കിലൊരു സംശയം ചോദിക്കാലോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഉദയന്റെ കൂടി നിർദ്ദേശങ്ങൾ അറിയാനല്ലേ ഞങ്ങൾ വന്നത്. അതെ. മറ്റൊന്നുമല്ല, ജഗന്നാഥേട്ടനും രഘുനാഥനും കൂടാതെ ഒരാൾ കൂടിയുണ്ട് ഉദയന്നൂര്, വിദ്യേച്ചി. മുത്തശ്ശിയുടെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ മകളായ വിദ്യേച്ചിയുടെ അഭിപ്രായം പ്രധാനമാണ്. ഇന്നലത്തെ ഡിസ്കഷനിൽ വിദ്യേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ബാംഗ്ലൂരില്ലേ? അശ്വിന്റെ ആദിത്യന്റെയും പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി സ്ഥിരം അവിടെയാണ്. അതുകൊണ്ട് ഇതൊന്നും അറിയിക്കേണ്ടതാണോ? വിദ്യയെടുത്തിയെ റെപ്രസെന്റ് ചെയ്ത് പ്രതാപേട്ടനുണ്ടായിരുന്നു. ആളൊരിത്തിരി കുറുക്കനാണെങ്കിലും ആക്റ്റീവാണ്. ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കും. ഒരു തുടക്കം ഇട്ട് വെച്ചിട്ട് വിദേശ് വരുമ്പോ ഒരു മീറ്റിംഗ് വെക്കാം. കിടപ്പിലായത് മുതൽ അമ്മയെ രാപ്പകലില്ലാതെ നോക്കിയത് ഞാനാ. എന്റെ ഒരു ആഗ്രഹമാണ് ഉദയനൂര് അമ്മയുടെ പേര് നിലനിർത്താൻ ഒരു പ്രസ്ഥാനം. അതൊരു തെറ്റാണോ? ഞാനെന്താ അമ്മായി ചെയ്യേണ്ടത്? പങ്കാളിത്തം. മക്കൾ ഓരോരുത്തരും ഓരോ ലക്ഷം രൂപ വീതം വിട്ട് ട്രസ്റ്റ് തുടങ്ങാനാണ് പ്ലാൻ. അപ്പം 3 ലക്ഷമല്ലേ ആവുള്ളൂ? ഒരു ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോ അത് തീരെ ചെറിയ തുകയല്ലേ? നമ്മുടെ കോവിലകത്തിന്റെ ബന്ധുക്കളായി ഒരുപാട് പേരുണ്ട്. 2-3 ലക്ഷം മുടക്കാൻ അവരിൽ പലർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാർ എടുത്തൊന്ന് കറങ്ങിയ കാര്യം നടക്കും. എങ്കിൽ പിന്നെ ഫസ്റ്റ് മീറ്റിംഗിൽ അവരെ ചിലരെ കൂടി പങ്കെടുപ്പിക്കായിരുന്നു. എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നത് പ്രായോഗികമാണോ ഉദയേട്ടാ? എവിടെ വെച്ച് മീറ്റിംഗ് സംഘടിപ്പിക്കും? ഒരു ചായയെങ്കിലും കൊടുക്കണ്ടേ? ഇതിപ്പോ ഫോൺ ചെയ്ത് അറിയിക്കാലോ. അമ്മയ്ക്ക് വേണ്ടി ഒരു സൽക്കർമ്മം ചെയ്യുക, അതിന്റെ ഭാഗമാവുക. എനിക്കത്രേ ഉള്ളൂ. ഇപ്പോ ഞാൻ എന്താ വേണ്ട അമ്മാവ? എല്ലാ കാര്യങ്ങൾക്കും മുമ്പിലുണ്ടായിരിക്കണം ഉദയനും. മക്കളെക്കാൾ ഉദയനൂരെ അമ്മ സ്നേഹിച്ചത് നന്ദനെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ആ സ്നേഹം തിരിച്ചു പ്രകടിപ്പിക്കാനുള്ള ഒരവസരം കൂടിയത്. അതിന് മുത്തശ്ശി ഇല്ലല്ലോ. അമ്മയുടെ ഓർമ്മകളുണ്ടല്ലോ. ആ ഓർമ്മകൾ എന്ന് നിലനിർത്താനാണ് ഈ സംരംഭം തന്നെ. അതിന്റെ നിലനിൽപ്പിന് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികം വേണം. ഞങ്ങളുടെ കാര്യം അറിയാലോ. മനസ്സുണ്ട്, പണം പോരാ. ഇറങ്ങി തിരിച്ചും പോയി. മക്കള് 3 പേരും ഓരോ ലക്ഷം രൂപ വീതം ഇറക്കും. നന്ദന എന്ത് ചെയ്യും? അല്ല, എത്ര രൂപയിടും? നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനാണെങ്കിൽ ഈ തുകയൊന്നും പോരാ. നല്ല രീതി തന്നെ നടത്തണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനങ്ങൾ, കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അങ്ങനെ പല പരിപാടികൾ. അതിനാണല്ലോ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി ആളുകളെ സമീപിക്കുന്നത്. നല്ല ഡൊണേഷൻ കിട്ടാതിരിക്കില്ല. ഫലത്തിൽ അതൊരു തരം പിരിവാ. പിരിവെന്നൊക്കെ പറഞ്ഞാ ഫണ്ട് റേസിംഗ്, നിധി സ്വരൂപിക്കൽ, ധനശേഖരണം എന്നൊക്കെ വാക്കുകളുണ്ട്. പക്ഷെ ആളുകൾ പിരിവെന്നേ പറയൂ. വെറുതെ വേണ്ട. ട്രസ്റ്റിന് വേണ്ടി നല്ല തുക തരുന്നവരുടെ പേര് വിവരം നമ്മൾ സുവനീറിൽ പ്രസിദ്ധീകരിക്കും. എങ്കിൽ അവർക്ക് സ്വന്തം നിലയ്ക്ക് സേവനങ്ങൾ ചെയ്തുകൂടെ? എന്തിനു ഉദയന്നൂർ ട്രസ്റ്റിന്റെ കെയർ ഓഫിലാക്കണം? അല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ക്യാരി ഓൺ. അമ്മയുടെ പേര് നിലനിർത്താനായി ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കുന്നതിൽ നന്ദനയ്ക്ക് എതിർപ്പുണ്ടോ? ഇല്ല. എന്നാ പറ നന്ദനെ, ഏത് രീതിയിൽ സഹകരിക്കാൻ പറ്റും? അതെനിക്കൊന്ന് ആലോചിക്കണം.
പെട്ടെന്ന് അഭിപ്രായം പറയാവുന്ന കാര്യമല്ലല്ലോ. ഉദയനുമായി ആലോചിക്കണമെന്നാണോ നന്ദന പറയുന്നത്? നിലപാട് അനുകൂലമാണെങ്കിൽ സാമ്പത്തികമായ കോൺട്രിബ്യൂഷനെ പറ്റി അധികം ആലോചിക്കണമെന്നില്ല. ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പിരിവെടുക്കുന്നത് നിലവാരമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ട്രസ്റ്റിന്റെ ചെലവ് നന്ദന നോക്കും. ഉദയന്നൂരിലെ മുത്തശ്ശിയുടെ പേരിലുള്ള ട്രസ്റ്റിന് മൂലധനം മുടക്കുന്നത് നന്ദനയായിരിക്കും. ഉദയ? യെസ്. എങ്കിൽ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ നന്ദനയായിരിക്കും, രക്ഷാധികാരി ഉദയേട്ടൻ. അത് വേണ്ട മായി, ഒരു സ്ഥാനവും വേണ്ട. എന്നാലും അതല്ലല്ലോ എൻ്റെ ഒരു മര്യാദ. എല്ലാം ഭംഗിയായി നടക്കണം, അത് മതി. പക്ഷേ എല്ലാം സുതാര്യമായിരിക്കണം. നല്ലൊരു അഡ്വക്കേറ്റിനെ ലീഗൽ അഡ്വൈസറായിട്ട് വെക്കണം. ബൈലോ ഉണ്ടാക്കണം. എല്ലാ വർഷവും കൃത്യമായ ഓഡിറ്റിംഗ് നടത്തണം. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നീട് പോരാ, എല്ലാം വ്യക്തമായി ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണം ട്രസ്റ്റ് തുടങ്ങാൻ. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വെറും സഹകരണം മാത്രമേ ഉള്ളൂ.